ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പൂള കൊണ്ട് നല്ല അടിപൊളി ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇറച്ചിയും മീനും ഒന്നും ചേർക്കാതെ നമ്മൾ കപ്പ ബിരിയാണി എന്നൊക്കെ പറയൂലേ, അതുപോലെ ആ ബിരിയാണീൻ്റെ ടേസ്റ്റിൽ ഇറച്ചിയോ മീനോ ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് പൂള കൊണ്ട് ഒരു വിഭവം നിങ്ങൾ കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഒന്ന് കഴിച്ച് നോക്കി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കേട്ടോ. നല്ല പൂള ചെറുതാക്കി കൊത്തി നുറുക്കി നമ്മളതൊരു കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് കുക്കറിലിട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. പൂള 2 കിലോ പൂളയാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. 2 കിലോ പൂളയ്ക്കാണ് ഞാൻ ഇടുന്നത്. കുറച്ച് വെള്ളവും ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ. കുക്കർ അടച്ച് വെച്ച് തീയും കത്തിച്ച് ഒരു 2 വിസിലൊക്കെ വരുവോളം നമ്മളൊന്ന് ഇതാക്കുക. അപ്പോൾ പൂളയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അത് വേവിച്ച് ഉടച്ച് വെച്ചതാണ് ഇത്. ഇനി നമ്മൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കുക കേട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് കത്തിച്ച് അത് ചൂടാവുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടായി വന്നു. ഇതിലേക്ക് 2 സ്പൂണ് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എണ്ണ ചൂടായി നമ്മളതിലേക്ക് 1 സ്പൂണ് കടുക് പൊട്ടിക്കുക കേട്ടോ. കടുക് ഇടുക. 1 സ്പൂൺ ഇട്ടാൽ മതി. ഒരു 3/4 ടീസ്പൂണ് ഒരു സ്പൂൺ തന്നെ കൂട്ടിക്കോളൂ. 1 സ്പൂണ് കടുക് ഇട്ടിട്ട് 2 കിലോ പുളിക്കാണ് കേട്ടോ. അളവൊക്കെ ഒരു ഇതിൽ ഏകദേശം എന്നുള്ളൊരു കണക്കിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എന്നാലും ഒരു പാകത്തിനാവണമല്ലോ. ഒരു 3 വറ്റൽമുളക് എടുത്ത് പൊട്ടിച്ച് അതും അതിക്കിട്ടു. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇടുക കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂത്ത് നല്ലൊരു വാസന വരുമല്ലോ. കരിവേപ്പിൻ്റെയും കടുകിൻ്റെയും ഒക്കെ ഒരു വാസന. ആ സമയത്ത് നമ്മളതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ഒരു 5-6 പോണം വെളുത്തുള്ളി ഉണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് 2 സ്പൂണ് അതിക്കിട്ടു കേട്ടോ. അതുപോലെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചിൻ്റെ ചുവ പറ്റണോലും 1 സ്പൂണ് ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് അതിൽ ചേർക്കുക. എന്നിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുവോളം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒന്നിങ്ങനെ വഴറ്റി വരണം കേട്ടോ. എന്നാൽ നല്ലൊരു വാസനയൊക്കെ വരും. ഉണ്ടല്ലേ, വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ മൂത്ത വാസന ഇങ്ങനെ വരും. കുറച്ചൊക്കെ ഒന്ന് വാടി തുടങ്ങി. ആ പച്ചമണമൊക്കെ പോയി. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഉണ്ടല്ലേ, ഇത് 2 ഉള്ളിയാണ്. ഒരു ഇടത്തരം 2 ഉള്ളി കേട്ടോ. 2 കിലോനാണ് പൂള. അപ്പോൾ അതിലേക്ക് 2 ഇടത്തരം ഉള്ളി അതാണ് അരിഞ്ഞ് വെച്ചത്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. അത്യാവശ്യമൊക്കെ ഒന്നൊന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു പച്ചമുളക്, ഞാൻ ഒരു പച്ചമുളകാണ് ഇടുന്നത്. കാരണം എന്താ വെച്ചാൽ പിന്നെ എരിവ് അധികം വേണ്ടാന്ന് കരുതിയിട്ട്, എന്നാൽ തന്നെ അത്യാവശ്യം എരിവ് ഇവിടെ വേണം. ഒരു പച്ചമുളക് 4 കീറിയിട്ട് അതായിക്ക് ഇട്ടു കേട്ടോ. ഇനി എരിവ് അധികം ഉള്ളവർക്ക് പച്ചമുളകിൻ്റെ രുചി ഇഷ്ടമുള്ളവർക്ക് ഒന്നിനും അതിൽ 2 ഇടാം കേട്ടോ. 2 കിലോ പുളിക്ക് 2 പച്ചമുളകൊക്കെ വേണം ശരിക്ക്. ഞാൻ 1 ഇട്ടിട്ടുള്ളത് നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ടാണ് ഞാൻ 4 കീറിയിട്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് 1 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 സ്പൂണ് ഗരം മസാലേൻ്റെ പൊടിയും കൂടിയും ചേർക്കുക. മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ. കാരണം മഞ്ഞൾപ്പൊടി നമ്മൾ പിന്നെ പൂള വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കമ്മിയാക്കിയാണ് ഇട്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഇട്ടുകൊണ്ടു. എന്നിട്ട് ഞാൻ ഈ ചതച്ച് വെച്ച മുളകിൻ്റെ ചതച്ച് വെച്ചത് കണ്ടില്ലേ, ഈ മുളക് ചതച്ച് വെച്ചതാണ് ഞാൻ 2 സ്പൂൺ ഇടുന്നത്. എരിവ് ഇഷ്ടമുള്ളവർ 2 സ്പൂൺ ഇട്ടാൽ മതി. 2 കിലോ പൂള ഉണ്ടായതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ ഇടുന്നത്. എന്നാൽ തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. എരിവ് നല്ലോണം വേണ്ടവർ 2 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. 2 കിലോ പൂളിക്കാണ് ഞാൻ പറഞ്ഞത്.
അല്ലാത്തവർ ഒരു സ്പൂൺ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഈ ചതച്ച് വെച്ച ഈ മുളകും പൊടി ഈ മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പൂണോ മുളകും പൊടി ചേർത്താലും മതി കേട്ടോ. ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ മസാലയ്ക്കുള്ള കുറച്ച് ഉപ്പ് കേട്ടോ, ആ മസാലയ്ക്കുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടിയൊക്കെ ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ. 2 കിലോനായതുകൊണ്ട് തന്നെ 2 തക്കാളി ഉണ്ട്. ചെറിയ 2 തക്കാളിയാണ്. ചെറിയ 2 ഉള്ളി ചേർത്ത പോലെ ചെറിയ 2 തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കുക. ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് മസാലയ്ക്കുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പുളിയിൽ നമ്മൾ പീങ്ങിയപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടതുകൊണ്ട് പിന്നെ പാകത്തിന് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതാക്കി അരിഞ്ഞതുകൊണ്ട് തന്നെ വഴന്ന് വന്നു. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു മുറി ചെറുനാരങ്ങ ഒന്ന് ചെറുതായിട്ട് ഒരു അര സ്പൂണ് ഒക്കെ ഒരു നീര് കിട്ടുന്ന മാതിരി അതിക്കൊന്ന് കുറച്ച് പീച്ചി കൊടുക്കുക കേട്ടോ. നാരങ്ങേൻ്റെ പുളി ഇതിലേക്ക് ഭയങ്കര ടേസ്റ്റാണ്. തക്കാളിൻ്റെ ടേസ്റ്റും ഈ നാരങ്ങേൻ്റെ ടേസ്റ്റും കൂടി ചെല്ലുമ്പോൾ ഏകദേശം ഒരു ബിരിയാണീൻ്റെ ഒരു രുചിയൊക്കെ വരും കേട്ടോ. ഇറച്ചിയൊന്നും ഇട്ടിട്ടില്ലാന്നേ ഉള്ളൂ, എന്നാലും നല്ലൊരു കപ്പ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും വെറും പൂളുകൊണ്ട്. പിന്നെ കുറച്ച് തിളച്ച വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ചു, ഒന്ന് വറ്റി തുടങ്ങി, ഒന്ന് നല്ലോണം വെന്ത് ഉടഞ്ഞു. നമ്മൾ ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ ഉപ്പ്, മുളക് അതൊക്കെ ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മൾ ഈ പൂളയാണ് ഇടുന്നത് കേട്ടോ. നന്നായിട്ടൊന്നാണ് ഇളക്കി കൊടുക്കട്ടോ. ആ പൂളയൊക്കെ ഒന്ന് ഇട്ടിട്ട് ആ മസാല മൊത്തം അതിൽ ചേരാൻ കുറച്ച് വെള്ളം ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. എന്നെങ്കിലേ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചുടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് കാണാൻ നല്ല ഇതില്ലേ, ഭയങ്കര ടേസ്റ്റാട്ടോ അത്. ഇനി ചപ്പും പിന്നെ ചപ്പുണ്ടല്ലോ മല്ലിച്ചപ്പ്, അത് ആവശ്യമുള്ളവർ അത് ഇട്ട് കൊടുക്കുക. 2 കരിവേപ്പിൻ്റെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഓപ്ഷണലാണ്, പച്ച വെളിച്ചെണ്ണ മേലെ തൂവേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ശരിക്കും ഒരു ബിരിയാണി മസാല നമ്മൾ കപ്പ ബിരിയാണി വെക്കുന്ന പോലെ തന്നെയാണ്. ഇതൊരു നല്ല സെർവ് ചെയ്യുക. ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ഉള്ളിയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇറച്ചിയും മീനും ഒന്നും ഇല്ലാണ്ട് നല്ലൊരു കപ്പ ബിരിയാണി വെച്ചു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.